ഐശ്വര്യമായിട്ട് രക്തസാക്ഷി ഫണ്ടിലോട്ട് 500 ഇട്ട്. 10 പൈസ ഞാൻ തരൂല. രക്തസാക്ഷിയുടെ പേരും പറഞ്ഞാൽ പൈസ പിരിച്ചിട്ട് നിങ്ങൾ സഖാക്കന്മാർക്ക് എടുത്ത് നക്കാനല്ലേ? ഇത് രക്തസാക്ഷിയുടെ വീട്ടിലോട്ട് കൊടുക്കാനുള്ള. എന്നിട്ട് ആ ധീരജിന് വേണ്ടി 1 കോടി രൂപയുടെ മേളിൽ പിരിച്ചിട്ട് അങ്ങാട് എത്തിയില്ല. അതിന് നിങ്ങൾ സഖാക്കന്മാരെടുത്ത് കട്ടില്ലേ? 60 ലക്ഷത്തിന്റെ കണക്ക് വന്നിട്ടേ ഇല്ലെന്നാണ് സഖാവ് ഉണ്ണികൃഷ്ണൻ പറയണത്. 1-2 രസീത് കുറ്റി കാണാണ്ട് പോയെന്നുള്ള കാര്യം പാർട്ടി സെക്രട്ടറി സമ്മതിച്ചാണല്ല. പിന്നെ കുറച്ച് പൈസ അങ്ങാടി ഇങ്ങോട്ടൊക്കെ മാറിക്കാണും. അതിന്റെ കണക്കൊന്നും നിങ്ങൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യം ഞങ്ങൾ സഖാക്കന്മാർക്ക് ഇല്ലേ? പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പാർട്ടി തീർത്തോളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിരിവും പോയി പാർട്ടിക്കാരോട് ചോദിക്കടാ. നാട്ടുകാരോട് മൊത്തം രക്തസാക്ഷി ഫണ്ട് എന്ന് പറഞ്ഞ് പൈസ പിരിച്ചിട്ട് അവസാനം ആ പൈസയിൽ ക്രമക്കേട് വന്ന് ചോദ്യം ചെയ്തപ്പോൾ നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലെന്ന്. പിന്നെ എന്തിനാ നാട്ടുകാരുടെ അടുത്ത് ബക്കറ്റുമായിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കണ ഉൾപ്പണ്ട? അതെ, രക്തസാക്ഷികൾ ഇവിടെ ഉണ്ടാവണത് പൊതുജനങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാ. അതുകൊണ്ട് രക്തസാക്ഷികൾക്ക് വേണ്ടി കാശ് വെച്ചാൽ പൊതുജനം തന്നെ. ഓ ഭീഷണി, മരിക്കുന്നില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഇതാണല്ലേ? അവരുടെ പേരും പറഞ്ഞ് നിങ്ങൾ കാശ് ഇങ്ങനെ പിരിച്ച് നിങ്ങൾ അങ്ങ് ജീവിക്കുന്നു. ഇടത് കാക്ഷ.